ലക്ഷദ്വീപിന്റെ MP. പക്ഷേ അദ്ദേഹം ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ചട്ടുകമായിട്ട് ഈ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും കൂട്ടുനിൽക്കുകയാണ്. BJPയുടെ ആശയങ്ങൾ പൂർണ്ണമായും ലക്ഷദ്വീപിൽ നടപ്പായി കഴിഞ്ഞു എന്ന് കരുതുന്നവർ അബ്ദുള്ളക്കുട്ടിയുടെ മിന്നൽ ഇടപെടലിലൂടെ ലക്ഷദ്വീപ് BJPക്കൊപ്പമായി എന്ന് കരുതുന്നവർ ഈ വീഡിയോ ഒന്ന് കാണുക. IOCയുടെ പരിപാടിയിൽ പങ്കെടുക്കുക മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. അല്ലാതെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ മുന്നോട്ട് വെക്കുന്ന ഈ ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം ആരുടെ ജനങ്ങളുടെ മുന്നിലേക്ക് കണ്ടിടാനാണെങ്കിൽ ആ പരിപാടി ബഹിഷ്കരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും വാക്കൌട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, ഈ പ്രസംഗം നടക്കുമ്പോൾ ലക്ഷദ്വീപിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള പ്രഫുൽ ഖോഡ പട്ടേൽ വേദിയിലുണ്ടായിരുന്നു. അദ്ദേഹം സ്വീകരിച്ചു കൊണ്ടുവന്ന നിരവധി വിശിഷ്ടാതിഥികളും അവിടെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ മുഖത്ത് നോക്കിയാണ് ഞങ്ങൾ ഒരു തരി പോലും പിന്നോട്ടില്ല എന്ന് വ്യക്തമായി അവിടുത്തെ MP പറഞ്ഞു വെക്കുന്നത്. പിന്നീട് എന്താണ് സംഭവിച്ചത്? അറിയിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോന്ന MP മുഹമ്മദ് ഫൈസലിനൊപ്പം ജനങ്ങൾ അണിനിരക്കുന്ന കാഴ്ച. MP മുഹമ്മദ് ഫൈസൽ അവിടുത്തെ മുൻ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവരൊക്കെ നല്ല ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗത്തിനിടയിൽ ചില പരാമർശങ്ങൾ നടത്തി. അതിന് ഇരു കൈയും നീട്ടിയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. അതും പ്രഫുൽ ഖോഡ പട്ടേലിന് വലിയ തിരിച്ചടിയായി എന്ന് മാത്രമല്ല, മുഹമ്മദ് ഫൈസലിൻ്റെ ശക്തമായ നിലപാടിന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ജനങ്ങൾ ഒരു പ്രകടനം എന്ന രീതിയിൽ തന്നെ അവിടെ ഒരു വലിയ പരിപാടി അല്ലെങ്കിൽ ഒരു വലിയ ജാഥ നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അതൊക്കെ ഈ അഡ്മിനിസ്ട്രേറ്റർക്ക് നാണക്കേടായി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അദ്ദേഹം